രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു, നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി. ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല. കാരണം നമ്മൾ മെന്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്, ഏതോ ഒരു പെണ്ണ് ഇരയാണ്, അപ്പോൾ അവൾ കഴിഞ്ഞു, ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം അയാളായിരിക്കും, അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷെ മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാൻ അവളോട് പറയുന്നു. ദിലീപിന് നീതി കിട്ടിയെന്നാണ് UDF കൺവീനർ പറഞ്ഞത്. ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന UDFന്റെ കൺവീനർ UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് അവർ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലൊരു ആവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് UDF ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് UDFന്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് KPCC അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷെ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്, സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്? ആരും ഉയർത്തിയില്ല. ഇവിടെ വലിയ 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 സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി, അവരാരും അവളെ കാണാനും പോയിട്ടില്ല. അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ UDF അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട്. നമ്മളിപ്പോ അങ്ങേയറ്റ സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിന്റെ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ അത് ഒരു വളരെ ദയനീയമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ വിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും വേട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെ. അതെ 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 അത് അങ്ങനെ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എന്റെ സുഹൃത്താണ്. വളരെ വർഷം എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ആ കുട്ടിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അയാൾ എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം. 2017 ഈ ഫെബ്രുവരിയിൽ ഉണ്ടായ ഇൻസിഡന്റിന് ശേഷം പിന്നീട് കാര്യമായി മാറ്റം ഉണ്ടായി എന്നാണ് പല ആളുകളും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ താല്പര്യത്തിന് മാറ്റം വരുന്നു, നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നു. പക്ഷേ സ്ഥായിയായി ഇപ്പോഴും ഒരു മാറ്റം ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സംഘടനയുടെ ഉള്ളിൽ പോലും ഇത്തരത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു. കാര്യമായിട്ടൊരു മാറ്റം ഇതുവരെ സ്ത്രീകളുടെ മനോഭാവത്തിൽ ഈ അമ്മയിൽ മാറിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ സിനിമാ മേഖലയിൽ തന്നെ മാറിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മാറിയിട്ടില്ല. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, സംഘടനയ്ക്കുള്ളിൽ ഇത്തരം പരാതികൾ വരുന്നുണ്ട്. പരാതികൾ വരുന്നത് അവർ പോലീസിൽ പരാതിപ്പെടാൻ അവർ തയ്യാറാവുന്നില്ല. സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർത്താൽ മതി, ഇത് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം. ആരും ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്, വരൂ ഞാൻ വരാം നിങ്ങളോടൊപ്പം പോലീസിൽ, ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ സ്ത്രീകൾ ധൈര്യത്തോടു കൂടെ പോലീസിലേക്ക് വരാൻ ഒരേ ഒരു കേസിനാണ് ഞാൻ DGP കമ്മീഷണർ എല്ലാവരെയും കാണാൻ പോയത്. ഒരു സീരിയൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം അവരെ ചാടി കയറി പിടിച്ച് അവരെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിന്നെ അവര് എൻ്റെ അടുത്തേക്കാണ് നേരെ വന്നത്.
എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് വരൂ എന്നോടൊപ്പം എന്ന് പറഞ്ഞാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞാൻ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഞാൻ കോൺക്ലേവ് സമയത്ത് ഞാൻ മിനിസ്റ്ററോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. മിനിസ്റ്ററുടെ ചേംബറിലേക്ക് ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അതിനു വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, കേസിനോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് മിനിസ്റ്റർ അവിടെ വെച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ 100 കേസ് നടക്കുന്നുണ്ടെങ്കിൽ 99 പേരും ഉള്ളിൻ്റെ ഉള്ളിൽ തീർക്കുക. 99 എന്നല്ല, 99.9 ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതില് ഇത്രയും കാലം മാറി നിന്നതിന് ശേഷം, അതായത് മുഖ്യധാര സംഘടനകളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ദിലീപിന് ഒരു അവസരം കിട്ടുമ്പോൾ അപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നത് ഒരു പ്രിവിലേജ് ആണ്. ആ അത്രയും വലിയൊരു പ്രിവിലേജ് എങ്ങനെയാണ് ദിലീപിന് കിട്ടുന്നത്? അതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടെന്നാണ് നിങ്ങൾ? പണം മാത്രമാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പണം മാത്രമാണ്. പിന്നെ എല്ലാ സംഘടനയിലും അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഫെഫ്കയിൽ എടുത്തിട്ടുണ്ട്, അമ്മയിലുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്, എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലുണ്ട്. എല്ലാ സംഘടനകളിലും അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളെ വേണം. അയാളെ വേണ്ട എന്ന് പറയുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുകൊണ്ട് വളരെ നിശബ്ദമായി തന്നെ അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് കിട്ടിയോ? രാജിവെച്ചതിന് ശേഷം ഈ കാര്യം കുറച്ചാണ് രാജിവെക്കുന്നത്. അതിന് പിന്തുണയുമായി പുറത്തുകൊള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വന്നു. ഇനി സമാനമായ രാജി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ പ്രതിഷേധം? ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കുറച്ചു പേര് വിളിച്ചിരുന്നു. ചേച്ചി ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ചിലർ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണം എന്നൊന്നുമില്ല. ഇറങ്ങണം എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല നിങ്ങളെ നിർബന്ധിക്കേണ്ടത്. ഇത് എൻ്റെ ഉള്ളിലെ ഒരു തീപ്പൊരിയാണ്. അതിപ്പോ വേറൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല. പിന്നെ എനിക്കിപ്പോ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. പക്ഷെ പാവങ്ങളാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, എല്ലാവരും തന്നെ പാവങ്ങളാണ്. അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോടൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് സാധിക്കില്ല. ഈ നടനെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടനയുടെ ഭാരവാഹി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, ജനറൽ കൗൺസിലാണ് വെക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഈ ജനറൽ കൗൺസിൽ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാവുമ്പോൾ അവിടെ വെച്ചാലും മറിച്ച് തീരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. എന്നാലും ഇതിലൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇതൊരു ട്രേഡ് യൂണിയനാണ്. ഫെഫ്ക എന്ന് പറയുന്ന വെറുതെ ഒരു കൂട്ടായ്മയല്ല, അതൊരു സാംസ്കാരിക സംഘടനയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ബൈലോ ഉണ്ട്. അതിൻ പ്രകാരം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അപേക്ഷ തരട്ടെ. അപേക്ഷ ഞങ്ങൾ ജനറൽ കൗൺസിൽ ബന്ധപ്പെട്ട സംഘടനയ്ക്ക് അയക്കും. ആ സംഘടന വീണ്ടും ഫെഫ്കയ്ക്ക് അയക്കും. ഫെഫ്ക സെക്രട്ടറിയോ പ്രസിഡന്റോ അത് ജനറൽ കൗൺസിലിൽ വയ്ക്കും. ഇങ്ങനെ പല കടമ്പകളുമുണ്ട്. ഇതെല്ലാം കടന്നിട്ട് മാത്രമേ അയാളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയാൻ പാടുള്ളൂ. സാധാരണ എല്ലാ കാര്യത്തിലും വളരെ നിയമം നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി. പക്ഷേ ഈ വിഷയത്തിൽ ആ ഒരു ആവേശം ഞാൻ കണ്ടു. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം അത് ഞാൻ കണ്ടു. അനധികൃതമായാണ് തീർച്ചയായും